നമസ്കാരം. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നൊരു സാഹചര്യമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും മോഹന വാഗ്ദാനങ്ങൾ സമൂഹത്തിന് മുന്നേ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. പൗരന്മാരെ കൂടുതൽ കൂടുതൽ അവകാശബോധം ഉള്ളവരാക്കുകയല്ല ചെയ്യുന്നത്, പകരം ഔദാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. ഔദാര്യം പറ്റാനായിട്ട് എങ്ങനെയൊക്കെ ശീലിപ്പിക്കാമെന്നതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുകൂട്ടരും. ശ്രീ പിണറായി വിജയൻ ഒരുപിടി മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. അതിൽ 3 വാഗ്ദാനമായിരുന്നു ഇപ്പം അടുത്തത്. ആദ്യം തന്നെ സ്ത്രീ സുരക്ഷ, അതായത് പെൻഷൻ സ്കീം, സ്ത്രീകൾക്ക് 1000 വെച്ചിട്ട് വീട്ടമ്മമാരായ സ്ത്രീകൾക്കൊക്കെ 1000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. മറ്റേ പെൻഷൻ തന്നെ കുടിശ്ശികയാണ്, കുറേശ്ശൊക്കെ ആയിട്ട് കൊടുത്തു തീർക്കുന്നുള്ളൂ. രണ്ടാമത് പറഞ്ഞത് പബ്ലിക് സർവീസ് പരീക്ഷ എഴുതാനുള്ള വയസ്സ്, ഉയർന്ന പ്രായപരിധി 40 വയസ്സ് ആക്കി എന്നുള്ളതാണ്. കാരണം 40 വയസ്സ് വരെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കാം. പണ്ടായിരുന്നൊക്കെ കുറേ നല്ലത്. കാരണം ഇവിടുന്ന് കുറേ സ്റ്റുഡൻറ്റ് ഇറോഷ്യൻ, കുട്ടികൾ, ചെറുപ്പക്കാരൊക്കെ വിദേശത്തേക്ക് പോയിട്ടുണ്ട്. ഈ മറ്റ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സർക്കാർ സ്ഥാപനങ്ങളിൽ കയറിപ്പറ്റിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരുവിധ കോൺട്രിബ്യൂഷൻ സമൂഹത്തിന് കൊടുക്കുന്നില്ല. അവർ സ്വന്തം ഉദരവും സ്വന്തം സഞ്ചിയും വാലറ്റും എങ്ങനെ നിറയ്ക്കാം, എങ്ങനെ അവനവൻ്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താം, എങ്ങനെ രാഷ്ട്രീയക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കാം, അതുവഴി അവരെ കൂടെ നിന്നുകൊണ്ട് എത്ര കണ്ട് അവനവൻ്റെ കുടുംബം നന്നാക്കാം ചിന്ത മാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ PSC എഴുതാനായിട്ട് യുവതലമുറയൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് വെച്ചിട്ട്, ഈ തുരുപ്പ് ചീട്ട് വെച്ചിട്ട് കുറച്ച് ആൾക്കാരെ പിടിച്ചു നിർത്താമെന്നുള്ള വ്യാമോഹത്തിലായിരിക്കാം അത്തരം ഒരു ഉയർന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഓർഡർ നിയമം കൊണ്ടുവന്നത്. ഉയർന്ന പ്രായപരിധി, PSCയിൽ എഴുതാനുള്ള ഉയർന്ന പ്രായപരിധി 40 വയസ്സ് എന്നുള്ളത്. പിന്നെ മൂന്നാമതായിട്ട് ഇപ്പോൾ അടുത്ത ദിവസം വേറൊരു വാഗ്ദാനം വന്നു, എഷ്വേർഡ് പെൻഷൻ ഉറപ്പാക്കും എന്നുള്ളത്. ഇത്ര നാളും കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഞാൻ സുദീർഘമായി പഠിച്ചിട്ടില്ല. അപ്പോൾ എഷ്വേർഡ് പെൻഷൻ എന്ന് പറഞ്ഞാൽ അവസാനം കിട്ടിയ ശമ്പളത്തിൻ്റെ ബേസിക് ശമ്പളത്തിൻ്റെ പകുതി എഷ്വേർഡ് പെൻഷനായിട്ട് വിരമിക്കുന്നവർക്ക്, സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് കൊടുക്കും എന്നുള്ള ഒരു എഷ്വറൻസാണ് എഷ്വേർഡ് പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തം അവിടുത്തെ വയോധികരുടെ ജീവിതം, മെഡിക്കൽ സുരക്ഷ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സുരക്ഷ വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇന്ത്യയിലാണ് ഈ സർക്കാർ സർവീസിലുള്ളവർക്ക് മാത്രം പെൻഷൻ കൊടുക്കുക, അവരുടെ വാർദ്ധക്യം മാത്രം സുരക്ഷ ഉറപ്പുവരുത്തുന്നുള്ളൂ. ഇത് എന്തൊരു മര്യാദയാണ്! മറ്റേ നാടുകളുടെ, അതായത് ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള സമൂഹത്തിലെ അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി ഗ്രാഫ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും എത്ര കണ്ട് ഒരു വൃദ്ധനും അല്ലെങ്കിൽ ഒരു വ്യക്തിയും തൻ്റെ വാർദ്ധക്യത്തിൽ ആത്മാഭിമാനം ഇല്ലാതെ ആളുകളുടെ മുന്നിൽ വന്ന് കൈനീട്ടുകയോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് അടികൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, അന്തസ്സില്ലാതെ ജീവിക്കേണ്ടി വരികയോ, അതും അല്ലെങ്കിൽ മക്കൾ അവരെ പഴന്തുണിക്കെട്ട് വലിച്ചെറിയുന്ന പോലെ അല്ലെങ്കിൽ മാലിന്യക്കൂമ്പാരം വലിച്ചെറിയുന്ന പോലെ എല്ലായിടത്തും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. കാരണം അവിടുത്തെ ഭരണകൂടം സോഷ്യൽ സെക്യൂരിറ്റി, ഓൾഡ് സോഷ്യൽ സെക്യൂരിറ്റി വളരെ വലുതായിട്ട് കൊടുക്കുന്നുണ്ട്, വളരെ കൺസേൺഡാണ്. ഞാൻ പറയട്ടെ, ഈ സർക്കാർ സർവീസിലുള്ള ആൾക്കാർ മാത്രമല്ല സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, സർക്കാർ സർവീസിലുള്ള ആൾക്കാർ മാത്രമല്ല ടാക്സ് അടയ്ക്കുന്നത്. സർക്കാർ സർവീസ് ഉള്ള ആൾക്കാരെ അവർ ചെയ്തു കൊടുക്കുന്ന, ഒരു റിസ്ക്കും ഇല്ലാതെ ചെയ്തു കൊടുക്കുന്ന
കൊടുക്കുന്നത്. ഒരു PSC പരീക്ഷ ബൈഹാർട്ട് പഠിച്ചെഴുതി അവരവരുടെ മെറിറ്റിൻ്റെ പേരിൽ കിട്ടി, ചിലപ്പോൾ റിസർവേഷൻ്റെ പേരിലാവും മറ്റേതിൻ്റെയൊക്കെ പേരിൽ കിട്ടിയ സർക്കാർ പെൻഷൻ എൻ്റെ ഒരു വിഹിതം, അവരുടെ കിട്ടുന്ന ശമ്പളത്തിൻ്റെ സർക്കാർ പറയുന്ന ഒരു വിഹിതം ടാക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ അവരുടെ ക്രിയേറ്റിവിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല, അവർ പണിയെടുക്കുന്ന വേലയുടെ. പക്ഷേ ഒരു വ്യവസായി എത്ര ടാക്സാണ് കൊടുക്കുന്നത്, എത്ര റിസ്ക് എടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധി, ശക്തി, ആരോഗ്യം, അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി എല്ലാം കോൺട്രിബ്യൂട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കാശ് മുഴുവനും അദ്ദേഹം പറയുന്ന എത്ര കണ്ട് കാശുണ്ടാക്കുന്നുണ്ടോ അത്രൻ്റെ സർക്കാർ പറയുന്ന ഒരു വിഹിതം ടാക്സായി കൊടുക്കുന്നുണ്ട്. ചാരിറ്റി നടത്തുന്നുണ്ട്, മറ്റു പല കാര്യങ്ങളും നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത്രയും ചെയ്ത ഒരാൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ വീഴ്ച വന്നേക്കാം വ്യവസായമൊക്കെ തിന്നിട്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും അദ്ദേഹത്തിൻ്റെ അന്തസ്സും സർക്കാരിന് ഒരേപോലെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ സർക്കാർ സർവീസിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഇത്തരം പെൻഷൻ കൊടുക്കേണ്ടത്. പിന്നെ ഒരു പെട്ടിക്കട ഇടുന്ന ആൾക്കാർക്കും റിസ്ക് ഉണ്ട്. അവരും സെയിൽസ് ഇൻകം ടാക്സും എല്ലാ ടാക്സൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് അവരും ചെയ്യുന്നത്. അതുപോലെ തന്നെ സാധാരണ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാർക്കും അവരും അവരുടെ ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആരോഗ്യം ക്ഷേമരാഷ്ട്രത്തിലെ ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. വയസ്സുകാലത്ത് വയോധികരുടെ ആരോഗ്യം, അതിന് ഒരു സോഷ്യൽ സെക്യൂരിറ്റി കൃത്യമായിട്ട് സർക്കാർ സർവീസിൽ കൊടുക്കുന്നത് പോലെ തന്നെ കൊടുക്കേണ്ടതാണ്. സർക്കാർ സർവീസിലുള്ള ആൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, അവർക്ക് ചികിത്സിക്കാൻ കാശുണ്ട്, പിന്നീട് അവർക്ക് ഒരു റിയംബേഴ്സ്മെൻറ്റ് കൂടി എന്നൊരു സംഗതി കൂടി ഉണ്ട്. അവർക്ക് പൈസ കിട്ടുമ്പോൾ അവർക്ക് ചികിത്സിച്ചൂടെ, ആ കാശും സർക്കാർ പേ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ MLA-മാർക്കും MP-മാർക്കൊക്കെ 5 വർഷം സേവനം അനുഷ്ഠിച്ച MLA-മാർക്കും MP-മാർക്കും ശമ്പളം പെൻഷൻ കൊടുക്കുന്നുണ്ട്. എല്ലാവിധ ആനുകൂല്യങ്ങളും ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സയും അത് എത്ര കണ്ട് ബില്ലാണെങ്കിൽ അത് മുഴുവൻ വാങ്ങിച്ചെടുക്കുക എന്നുള്ളത്. അവിടെ എവിടെയാണ് സോഷ്യൽ സർവീസ് ഉള്ളത്? അവർ പബ്ലിക് സർവീസുള്ള പൊതുസേവനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവരുടെയൊക്കെ മെച്ചപ്പെടുത്തുന്നുണ്ട്. സാധാരണക്കാരൻ്റെ വാർദ്ധക്യം ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമല്ല എന്നുള്ള രീതിയാണ് ഇതുവഴി എനിക്ക് മനസ്സിലാവുന്നത്. ഇതൊക്കെ തൊലിപ്പുറത്ത് ഉള്ള കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഇട്ടെടുക്കുന്നൊരു എല്ലും കഷ്ണത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കമന്നടിച്ച് വീഴുന്ന ജനതയ്ക്ക് ഇതൊക്കെ ഒരുപക്ഷെ ധാരാളമാണ്. പക്ഷെ ആഴത്തിലൊന്നും പഠിക്കുന്നില്ല. ഈ തൊലിപ്പുറത്തെ കാര്യങ്ങൾ ഇങ്ങനെ എപ്പീസ് ചെയ്ത് നിൽക്കുകയാണ്. കാതലായ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊന്ന്. പിന്നെ പൊതുഖജനാവിൽ നിന്ന് ശമ്പളം കൊടുത്തുകൊണ്ട് എയ്ഡഡ് മേഖലയുടെ അധ്യാപക അനധ്യാപക എന്ന നിയമനങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെയൊന്നും അവരർഹിക്കുന്ന ശമ്പളവും അല്ല കൊടുക്കുന്നത്. അച്ഛൻ്റെയോ ഭർത്താവിൻ്റെയോ പണത്തിൻ്റെ മിടുക്ക്, അമ്മാനച്ഛൻ്റെ പണത്തിൻ്റെ മിടുക്ക്, അമ്മായിയമ്മയുടെ പണത്തിൻ്റെ മിടുക്കൊക്കെയാണ് ഇവർ അവിടെ വന്ന് ജോലി ചെയ്യുന്നത്. അവർക്കും ഇതേ പെൻഷൻ തന്നെ കൊടുക്കുന്നുണ്ട്. ഇത് ജനാധിപത്യ വിരുദ്ധതയാണ്. എന്തുകൊണ്ട് ഇതിനെതിരെ ഇത് ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ അടുത്ത ഇലക്ഷനിൽ ഞങ്ങൾ എയ്ഡഡ് മേഖലയിലെ അധ്യാപക അനധ്യാപക നിയമനം PSCക്ക് വിടും എന്ന് പറയാനുള്ള ആർജവം കാണിക്കുന്നില്ല. അതല്ലേ കാണിക്കേണ്ടത്? ഒരു പുരോഗമന പ്രസ്ഥാനം അതല്ലേ കാണിക്കേണ്ടത്? റിസർവേഷൻ മാനദണ്ഡങ്ങളിൽ ഈ അടുത്ത കാലത്ത് വരെ വന്നിട്ടില്ല. ഇന്നലെ മിഞ്ഞാന്നോ വന്നോന്ന് എനിക്കറിയില്ല. അത് പാലിക്കാതെയുള്ള നിയമനങ്ങളാണ് അവിടെ നടക്കുന്നത്. അവിടെ എന്തുകൊണ്ട് ഒരു വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്, മുണ്ടശ്ശേരി മാഷ് പഠിപ്പിച്ച കോളേജിലെ വിദ്യാഭ്യാസ മന്ത്രി എന്നെ ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ വെച്ച് പറയുന്നത് ഞാൻ കേട്ടതാണ്. ഞാനത് ഈ ഫണ്ട് ഞങ്ങളുടെ സർക്കാർ വിദ്യാലയത്തിന് കൊടുക്കുന്നേക്കാൾ മുന്നേ നിങ്ങളുടെ വിദ്യാലയത്തിനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ഒരു സർക്കാരിന് നിങ്ങളോടുള്ള സമീപനം എന്താണെന്ന് ആലോചിച്ച് നോക്കുന്നു. പറയാൻ കൊള്ളാത്ത ഭാഷയാണ് അത് പറഞ്ഞത്. ഞാൻ കേട്ടത് ഞാൻ സ്തബ്ധയായി നിന്ന് പോയി. ഇങ്ങനെയാണ് അവിടെ പ്രീണനങ്ങൾ നടക്കുന്നത്. അവരിതെങ്ങനെ ജനാധിപത്യമാവും? ചിലർ വലിയ ഹൈലി പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ചിലർക്ക് കൊടുക്കുകയും ചിലർക്ക് സാധാരണ പൗരൻ്റെ ബേസിക് ആയിട്ടുള്ള അവകാശം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നിടത്തത് എങ്ങനെ ജനാധിപത്യമാവും സർക്കാരെ? എങ്ങനെ ജനാധിപത്യമാവും ഭരണകൂടമേ? നിങ്ങൾ എന്താ അത് പറയാത്തത്? നിങ്ങൾ ഇപ്പോൾ ഈ കാണിച്ച ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഷ്വർഡ് പെൻഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് 1000 രൂപ സുരക്ഷാ പെൻഷൻ, അതുള്ളവർക്ക് 1700 രൂപ സുരക്ഷാ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അവർക്ക് സർക്കാർ സർവീസിലുള്ള
വയസ്സുള്ളവർക്ക് മാത്രം 60,000 70,000 രൂപ പെൻഷൻ. എന്ത് മലമറിച്ചിട്ടാണ് അവരവിടെ ചെയ്തിട്ടുള്ളത്? ബസ്സിലിരുന്ന് പഞ്ചിങ് നടത്തുന്നതോ, തോന്നുമ്പോൾ കയറി വരുന്നത്, തോന്നുമ്പോൾ കൈക്കൂലി വാങ്ങി കാശുണ്ടാക്കി അവരവരുടെ കുടുംബം രക്ഷപ്പെടുത്തിയതാണോ സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ളത് കോൺട്രിബ്യൂഷൻ? അഹങ്കരിച്ചും ഈഗോ വന്നും എന്തും തങ്ങളുടെ ഉള്ളം കൈയിലാണ് കൈപ്പിടിയിലാണെന്ന് പറഞ്ഞ് ചവിട്ടി തേച്ച് നടക്കുന്നവർക്കാണോ ഇത്രയധികം സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത്? ബാക്കിയുള്ളവരെന്താ ഇവിടുത്തെ പൗരന്മാരല്ലേ? ബാക്കിയുള്ളവരൊന്നും നികുതി അടച്ചിട്ടില്ലേ? അവർക്കും അവരെ ഒരു വിഹിതം വയസ്സുകാലത്ത് അവരെ അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു അവസരം അവർക്കും ഉണ്ടാക്കി കൊടുക്കേണ്ടതല്ലേ? എന്താണ് ഈ സർക്കാർ അതിന് നേരെ കണ്ണടയ്ക്കുന്നത്? യൂണിഫോം പെൻഷൻ വരണം, യൂണിഫോം പെൻഷൻ സ്കീം വേണം, സോഷ്യൽ സാമൂഹ്യ സുരക്ഷ എല്ലാ വയോധികർക്കും ഒരുപോലെ ആയിരിക്കണം. നന്ദി, നമസ്കാരം.